സുഹൃത്തുക്കളെ, എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ വിത്ത് മാധവ മാഷ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെ പാസീവ് ആക്കാനാണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ അതിന് നെഗറ്റീവായിട്ടും വരുമല്ലോ. നെഗറ്റീവായി വരുന്ന ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെ പാസീവ് ആക്കാമെന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇമ്പരേറ്റീവ് സെൻറ്റൻസിലെ നെഗറ്റീവിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഒബേ ദ റൂൾസ് എന്ന് പറയാറുണ്ട്. നമ്മൾ അത് പോസിറ്റീവ് ഇമ്പരേറ്റീവ് ആണ്. ലെറ്റ് ദ റൂൾസ് ആർ ടു ബി ഒബെയ്ഡ്. നമ്മൾ ലെറ്റ് ദ റൂൾസ് ആർ ഒബേ ദ റൂൾസ്, ലെറ്റ് ദ റൂൾസ് ആർ ടു ബി ഒബെയ്ഡ്. ലെറ്റ് ദ റൂൾസ് ബി ഒബെയ്ഡ് എന്നാണ്. അതേസമയം ഡോണ്ട് ഒബേ ദ റൂൾസ് എന്നാണെങ്കിലോ ലെറ്റ് നോട്ട് ദ റൂൾസ് ബി ഒബെയ്ഡ് എന്നാക്കണം. ലെറ്റ് നോട്ട് ദ റൂൾസ് ബി ഒബെയ്ഡ് എന്നാക്കണം. അതുപോലെ ഒരു 4 വാചകം ഞാനിവിടെ പറയാൻ പോവാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, കൽപ്പന, ആജ്ഞ, അപേക്ഷയുടെ പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കൽപ്പന, ആജ്ഞ, അപേക്ഷയുടെ നെഗറ്റീവ് വാചകങ്ങളെ പാസീവ് ആക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബോർഡിലേക്ക് പോകാം. ഇതാ ഡോണ്ട് ഒബേ ദ റൂൾസ്. ഇപ്പോൾ ഒബേ ദ റൂൾസ് എന്നുള്ളതിൻ്റെ നെഗറ്റീവാണ് ഡോണ്ട് ഒബേ ദ റൂൾസ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒബേ ദ റൂൾസ് എന്നുള്ളത് ഇമ്പരേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഡോണ്ട് ഒബേ ദ റൂൾസ് എന്നുള്ളത് ഇമ്പരേറ്റീവ് നെഗറ്റീവ് ആണ്. നിയമങ്ങളെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട്, അതിൻ്റെ നെഗറ്റീവ് നിയമങ്ങളെ അനുസരിക്കരുത്, അങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ നമ്മൾ വാചകത്തിന് നെഗറ്റീവ് ആക്കിയ നിലയ്ക്ക് ഞാൻ പറയുന്നു ഡോണ്ട് ഒബേ ദ റൂൾസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മുടെ നിയമം എന്താ? ലെറ്റ് എ പ്ലസ് നോട്ട് എ പ്ലസ് ബി പ്ലസ് V3 എന്നാണ്. ലെറ്റ് നോട്ട് ദ റൂൾസ് ബി ഒബെയ്ഡ് എന്നാക്കണം. ലെറ്റ് കഴിഞ്ഞിട്ട് എന്ത് വയ്ക്കുക? ദ റൂൾസ് എന്നുള്ള ഒബ്ജക്റ്റ് കൊടുത്ത് വയ്ക്കുക. ലെറ്റ് കഴിഞ്ഞിട്ട് നോട്ട് കൂട്ടുക, എന്നിട്ട് റൂൾസ് എന്നുള്ള ഒബ്ജക്റ്റ് വയ്ക്കുക. ബി പ്ലസ് ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതാണ് നമ്മുടെ നിയമം. ലെറ്റ് പ്ലസ് ബി പ്ലസ് ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇപ്പോൾ നെഗറ്റീവ് വന്ന കാരണം നോട്ടൊന്ന് കൂടി ചേർത്തു. അപ്പോൾ ലെറ്റ് നോട്ട് ദ റൂൾസ് ബി ഒബെയ്ഡ് എന്നാണ് ആദ്യത്തെ വാചകത്തിൻ്റെ ആൻസർ. രണ്ടാമത്തെ വാചകം നോക്കുമോ? ഡോണ്ട് പനിഷ് ഹിം. ഡോണ്ട് പനിഷ് ഹിം. എന്താ വ്യത്യാസം? നേരത്തെ ഡോണ്ട് ഒബേ ദ റൂൾസ് എന്നാണ്, അത് റൂൾസ് നൗണാണ്. ഇവിടെ ഡോണ്ട് പനിഷ് ഹിം ഒബ്ജക്റ്റ് പ്രോനൗണിലേക്കാണ് വന്നത്, പോസസീവ് പ്രോനൗണിലേക്കാണ് വന്നത്. ഹി എന്നുള്ളതിൻ്റെ വേറൊരു രൂപമാണ് ഹിം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഡോണ്ട് പനിഷ് ഹിം എന്ന് പറഞ്ഞപ്പോൾ ഹിം ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് ഹിം നോട്ട്. നോട്ട് പിന്നെയാണ് വെച്ചത്, ഒബ്ജക്റ്റിന് ശേഷം. ഒബ്ജക്റ്റ് പ്രോനൗണായിട്ട് വരുമ്പോൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് നോട്ട് വെക്കണം എന്നാണ് നിയമം. അപ്പം നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലുള്ളവർക്കൊന്നും അങ്ങനെ അത് മനസ്സിലാവുണ്ടാവില്ല. എന്നാലും ലെറ്റ് ഹിം നോട്ട് ബി പനിഷ്ഡ് എന്നാണ് വരിക. നേരത്തെ വാചകം നോക്കൂ, ലെറ്റ് നോട്ട് ദ റൂൾസ് ആണ്. റൂൾസ് ഉള്ളത് ഒബ്ജക്റ്റ് നൗണാണ്. അപ്പോൾ നോട്ട് ആദ്യം വെച്ചു. ഒബ്ജക്റ്റ് പ്രോനൗൺ വരുമ്പോൾ പ്രോനൗൺ വെച്ചിട്ട് നോട്ട് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നോട്ട് ഒബ്ജക്റ്റിന് ശേഷം വന്നു. മുകളിൽ പറഞ്ഞ വാചകത്തിൽ റൂൾസിന് മുമ്പ് നോട്ട് വന്നു. ഇതിലുള്ള വ്യത്യാസം പ്രോനൗൺ ആണോ നൗണാണോ എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ ഇത് ചെയ്യാം. കൃത്യമായി ഇത് പാലിക്കാറൊന്നുമില്ല, എന്നാലും അത് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ലെറ്റ് നോട്ട് ഹിം ബി പനിഷ്ഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമായിട്ടല്ല, പക്ഷെ അത് സുഖമില്ല. അപ്പോൾ ലെറ്റ് ഹിം നോട്ട് ബി പനിഷ്ഡ് എന്നാണ് ശരി. അവനെ ശിക്ഷിക്കരുത്, അവൻ ശിക്ഷിക്കപ്പെടരുത് എന്നാണ് അതിൻ്റെ പാസീവ്. ഇനി മൂന്നാമത്തെ ഡോണ്ട് വേസ്റ്റ് ദ ടൈം. വേസ്റ്റ് എന്നുള്ളതാണ് വെർബ്. ഡു പ്ലസ് വെർബ് ഡു വേസ്റ്റ് ആണ്. ദ ടൈം എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. നമ്മൾ എന്താ ചെയ്യുക? ഡോണ്ട് ആയതുകൊണ്ട് ലെറ്റ് കഴിഞ്ഞിട്ട് നോട്ട് വയ്ക്കുക. ടൈം എന്നുള്ളത് നൗണാണ്, അതുകൊണ്ട് ലെറ്റ് നോട്ട് ദ ടൈം ബി വേസ്റ്റഡ്. സമയം പാഴാക്കരുത്. ലെറ്റ് നോട്ട് ദ ടൈം, സമയം പാഴാക്കപ്പെടരുത്. സമയം പാഴാക്കപ്പെടരുത്. ശരിയായില്ലേ? ഇനി ഡോണ്ട് ബ്രീക്ക് ഇറ്റ്, അത് പ്രോനൗണാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഡു ബ്രീക്ക് ആണ് വെർബ്, ഇറ്റ് എന്നുള്ള ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് പ്രോനൗൺ ആയതുകൊണ്ട് ഇറ്റ് കഴിഞ്ഞാണ് നോട്ട് ഉപയോഗിക്കേണ്ടത്. ലെറ്റ് ഇറ്റ് നോട്ട് ബി ബ്രോക്കൺ, അത് പൊട്ടിക്കപ്പെടരുത്. അത് പൊട്ടിക്കരുത്, അത് പൊട്ടിക്കപ്പെടരുത്. ആദ്യത്തെ വാചകം എന്താ പറഞ്ഞ? നിയമങ്ങൾ പാലിക്കുക. ഡോണ്ട് ഒബേ ദ റൂൾസ്, നിയമങ്ങൾ അനുസരിക്കരുത്.
നിയമങ്ങൾ അനുസരിക്കപ്പെടരുത്, അവനെ ശിക്ഷിക്കരുത്, അവൻ ശിക്ഷിക്കപ്പെടരുത്, സമയം പാഴാക്കരുത്, സമയം പാഴാക്കപ്പെടരുത്, അത് പൊട്ടിക്കരുത്, അത് പൊട്ടിക്കപ്പെടരുത്, ഒക്കെ പെടുക എന്നുള്ളതാണ് പാസീവിൽ വരുന്നത്. അപ്പോൾ 4 വാചകങ്ങൾ നമ്മൾ പഠിച്ചു, നെഗറ്റീവായിട്ട് 4 വാചകങ്ങൾ പഠിച്ചു. ഇനി ഞാൻ ശ്രദ്ധിക്കുക, പാസീവായിട്ട് ഒരു പ്രയോഗം കൂടിയുണ്ട്. പാസീവ് ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞ പ്രയോഗമുണ്ട്. അപ്പോൾ നമ്മൾ പാസീവ് ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെ അസർട്ടീവ് സെൻറ്റൻസിനെ പാസീവ് ആക്കാൻ പഠിച്ചു. പിന്നെ ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെ പഠിച്ചു. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസീവ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന സാധനമാണ്. വെർബിൽ ഒരു ടു ഇൻഫിനിറ്റീവിൻ്റെ പ്രയോഗം വരും, പ്രെഡിക്കേറ്റ് ഒരു ടു ഇൻഫിനിറ്റീവ് വരും. അതാണ് ഇനി പറയാൻ പോകുന്നത്. ടു ഇൻഫിനിറ്റീവ് വരുമ്പോൾ അതിനെ ഈസ് ടു ബി, എം ടു ബി, ആർ ടു ബി എന്നാക്കണം. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് തിരിയാം. പാസീവ് ഇൻഫിനിറ്റീവ് ഇതാ ഈസ്, അതിൻ്റെ പ്രിൻസിപ്പിൾ വരിക ഈസ് എം ആർ പ്ലസ് 2 + b + v3 ആണ് വരിക. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഈസ് ടു ഒബേ ദ റൂൾസ്, ഈസ് ടു എം ടു ആർ ടു എന്നുള്ളതിൻ്റെ അർത്ഥം മസ്റ്റ് എന്നാണ്. ഈസ് ടു എം ടു ആർ ടു എന്നുള്ളതിൻ്റെ അർത്ഥം മസ്റ്റ് എന്നാണ്. അപ്പോൾ മസ്റ്റ് ബി എന്നുള്ളതാണ് ശരിക്കും അർത്ഥം. എന്തായാലും ഇവിടെ നോക്കുക, ഹി ഈസ് ടു ഒബേ ദ റൂൾസ്. എന്താ മാറ്റേണ്ടത്? ദ റൂൾസ് ആണ് ഒബ്ജക്റ്റ് കൊണ്ടുവരിക. ഒബ്ജക്റ്റ് ബഹുവചനായതുകൊണ്ട് ഈസിന് പകരം ആറായി. ആർ ടു ബി ഒബൈഡ്, ടു ബി ഒബൈഡ്. അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കുക, ഈസ് എം ആർ പ്ലസ് ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ആ v3 എന്ന് പറയുന്നത്. ദ റൂൾസ് ആർ ടു ബി ഒബൈഡ് ബൈ ഹിം. രണ്ടാമത്തെ എക്സാമ്പിൾ, ദേ ആർ ടു അറേഞ്ച് ദ ഹോൾ. അവർക്ക് ഹോൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്, അറേഞ്ച് ചെയ്യണം. അപ്പോൾ ദ ഹോൾ ഈസ് ടു ബി അറേഞ്ച്ഡ് ബൈ ദം. ഹോള് അവരാൽ അറേഞ്ച് ചെയ്യപ്പെടണം. അപ്പോൾ എക്സാമ്പിൾ വേറെയും തന്നു. അപ്പോൾ നിങ്ങൾ ഇതേ എക്സാമ്പിൾ എഴുതി പഠിക്കുക. ഇത് ബോർഡിൽ നോക്കിയിട്ട് നിങ്ങൾ വീണ്ടും ഇതേപോലെ എഴുതി പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഗുണമുണ്ടാവും. മനസ്സിലായി? ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആയിട്ടുള്ള കമാൻഡ് റിക്വസ്റ്റ് ഓർഡറിനെ, നെഗറ്റീവ് ഓർഡറിനുള്ള വാചകങ്ങളെ, നെഗറ്റീവ് വാചകങ്ങളെ പാസീവ് ആക്കാനാണ് 4 തന്നത്. പാസീവ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്, അതിൽ 2 എക്സാമ്പിളും തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. നല്ല പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല തറവായി മാറും. മിടുക്കായിട്ട് ഇത് പ്രയോഗിക്കുക. ഏത് പാസീവ് വന്നാലും ഒരു പേടിയില്ലാണ്ട് ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് പാസീവ് എഴുതാം. അപ്പോൾ ഇത് ഇന്ന് പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് പാട്ടും ഇതൊന്നും അല്ലല്ലോ. ഗ്രാമർ മേപ്പെട്ട് പോകുന്നതോറും കുറച്ചുകൂടി ടഫായിട്ട് വരും. അപ്പോൾ എല്ലാ എക്സാമ്പിളുകളും നിങ്ങൾ വീട്ടിൽ 100 പ്രാവശ്യം എഴുതിയെടുക്കുക. അത് ആവർത്തിച്ച് എഴുതി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളായി വരണേ എന്നുള്ളത്. എങ്ങനെയാണ് ഈസ് പോയിട്ട് പാസീവ് ആകുമ്പോൾ ആറായത് എന്നൊക്കെ നിങ്ങൾ തന്നെത്താൻ കണ്ടെത്തും. പിന്നെ നിങ്ങളുടെ സ്വയം മുന്നേറി കയറും. ആയതുകൊണ്ട് ഇത് വേണ്ട പോലെ പ്രവർത്തിച്ച് വേണ്ട പോലെ എഴുതി പഠിച്ച് നല്ല മിടുക്കന്മാരായി തീരുക. എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഷെയർ ചെയ്യുക, പറ്റാവുന്നവർ ഫോളോ ചെയ്യുക. താങ്ക് യു.